പ്രത്യേകിച്ച് ചെല്ലാനമടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ രൂക്ഷമായ കടൽക്കയറ്റമാണ് ഉണ്ടായത്. നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു. കടൽഭിത്തിയും പുലിമുട്ടും ഇല്ലാത്ത ഇടങ്ങളിൽ ജിയോ ബാഗുകൾ തകർത്ത് തിരമാലകൾ ഇരച്ചു കയറുകയായിരുന്നു. കടൽ കയറിയതിനെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായിട്ടുണ്ട്. പ്രദേശത്ത് നിന്ന് സൈഫുനി സലാർ നമുക്കിപ്പം തത്സമയം ചേരുന്നു. സൈഫു, ഈ ചെല്ലാനം മേഖലയിലൊക്കെ അല്ലെങ്കിൽ തന്നെ ചെറിയൊരു മഴ പെയ്യുമ്പോൾ ദുരിതത്തിലാണ് അവിടുത്തെ നാട്ടുകാരൊക്കെയും. ഇപ്പോൾ പിന്നെ ഈ തോരാമഴ പെയ്യുമ്പോൾ അവിടുത്തെ അവസ്ഥ പറയുകയും വേണ്ട. എന്താ നിലവിലെ സാഹചര്യം? സേതു, ചെല്ലാനം 4-ാം വാർഡ് മൂർത്തിപ്പാലത്തിന് പടിഞ്ഞാറ് വശത്തായിട്ടാണ് ഞാനുള്ളത്. എൻ്റെ തൊട്ടിപ്പുറേ ഉള്ളത് കടലാണ്. ഈ സൈഡിൽ ഒരു തോടാണുള്ളത്. ഈ തോട് ഇവിടെ നിന്ന് തൊട്ടു ബാക്കിൽ കടലാണുള്ളത്. ഈ കടലിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ജിയോ ബാഗ് ഇല്ലാത്ത ഭാഗമാണ്. അതായത് ഇവിടെ ഒരു തോടായതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കയറുന്ന വെള്ളം ഒഴുകിപ്പോകാനായിട്ട് ഇവിടെ ഒരു പാത്തി ഇട്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ ഭാഗത്തു കൂടിയാണ് ഇന്നലെ കടൽ ഇരച്ചു കയറിയത്. ഇതൊരു വീടാണ്. ഈ വീടിന്റെ ചായ്പ് ഭാഗമാണിത്. ആ ചായ്പിലാണ് ഇന്നലെ ഗ്യാസ് കുറ്റിയും സ്റ്റൗവും ഒക്കെ ഉണ്ടായിരുന്നതാണ്. എല്ലാം ഇന്നലത്തെ കടൽ കയറ്റത്തിൽ ഒലിച്ചുപോയി. നിറഞ്ഞുള്ള ഗ്യാസ് കുറ്റി ഒഴുകി നടക്കുകയായിരുന്നു. അതുകൂടാതെ ഈ ഭാഗത്തുള്ള തെങ്ങുകൾ അതേപടിയാണ് ഈ തോട്ടിലൂടെ ഒഴുകി വന്നത്. തെങ്ങുകളുടെ ഒരു ഭാഗമാണത്. കുറെ തെങ്ങ് അവിടെ ആളുകൾ പിടിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ചേച്ചി ഇപ്പോൾ ഇന്ന് കടൽ കയറും. കാരണം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കടൽ കയറ്റം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മണ്ണ് നിറയ്ക്കുകയാണ് ചാക്കില്. കാരണം വീട്ടിലേക്ക് ഇനി വെള്ളം കയറാതിരിക്കാനായിട്ട്. ഇന്നലെ എന്തായിരുന്നു ചേച്ചി അവസ്ഥ? ഇന്നലെ ഒന്നും പറയണ്ടേ, ഭയങ്കരമായ കടലേറ്റം ഇതേവരെ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അതേപോലത്തെ കടലേറ്റമായിരുന്നു. കല്ലില്ല, അതാണ് ഏറ്റവും കൂടുതൽ. പടിഞ്ഞാറ് വശം കല്ലില്ലാത്ത കാരണം കൊണ്ടില്ലേ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ടെട്രാപോഡിൻ്റെ ഇത് പണി ആരംഭിക്കണമെന്നാണ് പറയണത്. അല്ലെങ്കിൽ ഈ വശങ്ങൾ കണ്ണമാലി തൊട്ട് ഈ മാനാശ്ശേരി വരെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അത്രയും വരവേ ഉണ്ടാവും തോന്നുന്നു. എന്നാൽ ഈ ചെറുകിടവിൽ ഇവിടെയൊക്കെ ഭയങ്കര കടലേറ്റമാണ്. ജിയോ ബാഗ് ഇല്ലാന്ന് വെച്ചെങ്കിൽ ഒരു വീട് പോലും ഞങ്ങളുടെ ഇവിടെ ഉണ്ടാകില്ല. ഞാൻ കടലേറ്റ് പിടിച്ചു വെക്കാൻ ചാക്കുകളൊന്നും നിൽക്കില്ല. ഒരു കുറച്ച് ചാക്ക് പൊക്കത്തിലൊക്കെ ഒന്നും വെച്ചാലൊന്നും നിൽക്കില്ല. ഇതെന്ന് പറയുന്നത് ജിയോ ബാഗ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ചാക്കുകളുമാണ് അവർ ഇത് തയ്ച്ചു വെച്ചേക്കണത്. അത് കാരണം കൊണ്ട് മാത്രമാണ് ഈ വീടുകളെല്ലാം ഇന്നലെ ഉണ്ടായത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വശത്തു കൂടി എല്ലാ വെള്ളവും കൂടി പോകണ ഒരു വശമായതുകൊണ്ട് ഇവിടെ തകർത്ത് കളഞ്ഞു, അത്രയല്ല. അല്ലെങ്കിൽ ഈ വീടിന്റെ ഈ ഭാഗത്തൊക്കെ മണൽച്ചാക്കുകൾ ഉണ്ടായിരുന്നാണല്ലോ. മണൽച്ചാക്ക് എപ്പോഴും എല്ലാ കൊല്ലവും നിറച്ച് വെക്കണ ചാക്കാണ്. ഇതെല്ലാം കംപ്ലീറ്റ് എല്ലാം ഒഴുകിപ്പോയതാണ് ഇന്നലെ എല്ലാ ഇതും പോയി. തെങ്ങും തടികളൊക്കെ എന്ന് പറഞ്ഞാൽ ജിയോ ബാഗിന് വേണ്ടി ഒരു 5-8 തെങ്ങ് അവിടെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ആ തെങ്ങുകളെല്ലാം കംപ്ലീറ്റ് അവിടെ കൂടി ആ ഇടയെ കൂടി തന്നെ ഇങ്ങോട്ട് ഒഴുകി എന്നിട്ട് അങ്ങോട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടി പിടിച്ച് വെച്ച കാരണം കൊണ്ടാണ് ആ തെങ്ങും തടിയൊക്കെ എല്ലാ കിഴക്ക് വശത്ത് നിൽക്കുന്നത്. ഇവരുടെ വീട്ടിലാണെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ആളുമില്ല. അവരുടെ വീട്ടിൽ ആ ചാർത്തിൻ്റെ അവിടെ വന്ന് ഒരു തിര വന്ന് കുത്തിയെന്ന് പറഞ്ഞാൽ തിര വന്ന് കുത്തണത് ഇവിടെയാണ്. ഇപ്പുറത്താണ് തിര വന്ന് എല്ലാം കുത്തണത്. അവരുടെ ആ വശം പിന്നെ ഓടൊക്കെ എല്ലാം ചായ്പിന്ന് പോയി. വെള്ളം നിറച്ച് വെച്ച 2 ഡ്രം വെള്ളം എല്ലാം കമന്ന് പോയിട്ട് ഡ്രം ഒഴുകി കൊച്ചിങ്ങ അവിടെ പിടിച്ച് വെച്ച് ഗ്യാസ് സിലിണ്ടർ, കുടങ്ങൾ, ബക്കറ്റുകളെല്ലാം ഒഴുകി നടക്കണമായിരുന്നു. തേങ്ങയൊക്കെ എല്ലാം ഇവിടെ എഴുതിച്ച തേങ്ങയും ഈ മിറ്റിൽ ചാക്കിൽ നിറച്ച് മിറ്റിലായിരുന്നു ഇവിടെ. അതൊക്കെ എല്ലാം ഒഴുകിപ്പോയി ഇന്നലത്തെ കടലേറ്റത്തിൽ. ചേട്ടാ, ഇന്നലെ എന്തായിരുന്നു ഇവിടെ? ഈ റോഡൊക്കെ ഇന്നലെ തകർന്നു പോയതാണെന്ന് തോന്നുന്നു അല്ലേ? ഈ റോഡ് ഇന്നലത്തെ കുത്തല് തകർന്നു പോയതാണ്. നല്ല ഭയങ്കര വരവായിരുന്നു വന്ന കടലിൽ. നല്ല ഉദ്ദേശിക്കാത്ത വരവായിരുന്നു ഇന്നലെ കടൽ വന്നത്. അത് തന്നെ എല്ലാ വണ്ടികൾ കംപ്ലീറ്റ് എല്ലാം ബ്ലോക്കായി. ചേട്ടന് വർക്ക്ഷോപ്പാണല്ലേ? മുഴുവൻ തകർന്നു. വർക്ക്ഷോപ്പെല്ലാം മുങ്ങിയപ്പോൾ മരം വെട്ടാൻ വേണ്ടി ഒരു മരം മറിഞ്ഞ് നടത്തിട്ട് വീണ്. റോഡ് സൈഡിലാണ് കൂടുതലും കിട്ടിയിരിക്കുന്ന ആൾക്കാർക്ക്. ചെളി വെള്ളമായിരുന്നു വന്നത് കംപ്ലീറ്റ് മൊത്തം. നല്ല റോഡായിരുന്നു. ഇത് കണ്ടോ, ഈ റോഡ് മുഴുവൻ നല്ല റോഡായിരുന്നു. നല്ല ടാറിട്ട റോഡാണ്. ആ റോഡ് മുഴുവൻ തകർന്നു പോയി. വാഹനങ്ങൾ മുന്നിൽ ഇപ്പോൾ കയറാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് എത്ര ആളെ ചേച്ചി ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായിട്ട്? ഇനി എന്താ ഒരു പരിഹാരമുള്ളത്? പരിഹാരം ഇതിന് ഈ തെട്രാപ്പോൾ വന്നാൽ മാത്രമേ പരിഹാരമാകുള്ളൂ. അല്ലാണ്ട് ഇത് ഇത്ര കൊല്ലമായെന്നറിയാൻ എനിക്കൊന്ന് അറിയിക്കണം കിടന്നുണ്ട് വെറുതെ. നിങ്ങൾക്ക് വന്ന് കാണുന്നത് ഇപ്പോഴും നടക്കുന്ന പണിയാണ് നടക്കുന്നുണ്ട് വെറുതെ. ഒരു വീട് വെച്ച് തരണം രക്ഷപ്പെട്ട് വീടിൻ്റെ തട്ട് കയറിയില്ല. കഴിഞ്ഞ കൊല്ലം വരെ ഈ വെള്ളം കയറ്റുമായിരുന്നു വെറുതെ. കയറിയിട്ട് ജനലപ്പൊക്കം വരെ കയറി പിറത്താട്ട് കയറ്റി പോണിരുന്നു. ഇപ്പം ഇത് വെച്ച കാരണം പിറത്ത് കയറില്ല. വെയിലൊക്കെ ഒന്ന് കാണിപ്പോൾ നിങ്ങൾ വന്ന് കണ്ടിട്ട് പറ. വെറുതെ ഇതുപോലെ കുഴിയായി വ്യാരായി തട്ടി നടക്കാൻ പറ്റില്ല. പള്ളിയിലും പോയില്ല ഇന്നത് കാരണം. എന്നുവെച്ചാൽ എല്ലായിടത്തും പല്ലിയാക്കാനൊക്കെ പോയി ഇറങ്ങുന്നത് തട്ടി വീണാൽ നമുക്ക് പാരമാരിക്കുന്നത് പോയില്ലത്. അവിടെ ഒരാളിപ്പോൾ ആൾട്ടേർന്ന് പണിയാൻ നടക്കുന്നുണ്ട്. അതാണ് ഈ ഭാഗമൊക്കെ ഇപ്പോൾ നമുക്ക് നടക്കാൻ പോലും ഭയം തോന്നും. ഈ വീടിൻ്റെയൊക്കെ എല്ലാ വീടുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ മണൽ ഭിത്തികൾ വെച്ച് അവർ തന്നെ ഒന്ന് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ വലിയ തിരമാലയൊക്കെ വരുമ്പോൾ ആ തിരമാല വന്ന് അടിച്ച് ഇത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ അതും ഇപ്പോൾ കണ്ടോ ഈ ഒരു ഭാഗം ഇന്നലെ പോയത് എത്ര
എത്രത്തോളമാണ് നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം. ഇതൊരു മതിൽക്കെട്ടാണ്. ആ മതിൽക്കെട്ടിന്റെ അടിയിലുള്ള കമ്പി വരെ നമുക്കിപ്പോൾ കാണാം. ആ കമ്പി വരെ കാണുന്ന അവസ്ഥയിലേക്ക് അത് മുഴുവൻ പോയിരിക്കുകയാണ്. ഈ സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ ഈ വെള്ളം ഇരച്ചു കയറി. കാരണം ഈ തോട് കവിഞ്ഞാണ് ഈ തിര വന്ന് അടിച്ചുകൊണ്ടിരുന്നത്. തിര അടിച്ച് ആ വെള്ളം മുഴുവൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു തെങ്ങാണ്. ഈ തെങ്ങ് ഇന്നലെ ഈ തോട്ടിലൂടെ ഒഴുകി വന്നതാണ്. തോട്ടിലൂടെ അല്ല, ഈ റോഡിലൂടെ ഒഴുകി വന്നതാണ്. ഇതൊരു മുഴുവൻ തെങ്ങാണ്. ആ തെങ്ങ് ഇന്നലെ അവിടെയുള്ള ആളുകളൊക്കെ കൂടി പിടിച്ച് സൈഡിലേക്ക് ഇട്ടിരിക്കുന്നതാണ്. കാരണം വെള്ളം പിന്നീട് പോവില്ല എന്നുള്ളത് കൊണ്ടൊക്കെ ഈ ഭാഗത്തേക്ക് മുഴുവൻ. ഇന്നലെ എന്തായിരുന്നു അവസ്ഥ? ഇന്നലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ നിൽക്കാൻ പാടില്ല. ഈ ഇത്തരം വെള്ളത്തിലാണ് കടലൊഴുകി വന്നത് ഇവിടെ പടിഞ്ഞാറ് നിങ്ങൾ. അതേപോലെ നിറച്ച് വെച്ചേക്കണം ജിയോ ബാഗൊക്കെ താഴ്ത്തു വീണ് കിടക്കിന്. അതൊക്കെ ഇനി രണ്ടാമത് പഞ്ചായത്തുകാർ ഒന്ന് ശരിയാക്കുമായിരിക്കും. അതാണ്, ഓരോ വീടുകളും ഇപ്പോൾ വലിയ ഭയപ്പാടിലാണ്. കാരണം ഇന്നലത്തെ തിരയിൽ തന്നെ ഒരുപാട് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തതെല്ലാം തന്നെ പോയി. അപ്പോൾ ഇന്നത്തെ തിര എങ്ങനെയാകുമെന്നാണ് ഇവർ ഭയക്കുന്നത്. ഇന്ന് രാവിലെയും ഒരു 11 മണിക്ക് ശേഷം തിര കയറാനാണ് സാധ്യത. കടൽ ചെല്ലാനത്തെ കാര്യമൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ മഴ പെയ്യുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആളുകൾക്ക് പറയാൻ ദുരിത കഥകൾ മാത്രമേ ഉള്ളൂ.